ചരിത്ര രേഖകളിൽ പോലും ഇബ്നു ബത്തൂത്ത പോലുള്ള ആളുകൾ അവർ സന്ദർശിച്ച ഇന്ത്യയിലെ 5 തുറമുഖങ്ങളിൽ പ്രധാനപ്പെട്ട തുറമുഖമാണ് നമ്മുടെ കൊല്ലത്തെ തുറമുഖം. അതോടൊപ്പം തന്നെ ഇറാനിയൻ സഞ്ചാരിയായിട്ടുള്ള സുലൈമാൻ എന്ന് പറയുന്ന ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ചരിത്ര വിവരണ രേഖകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വലിയ കപ്പലുകൾ, അതായത് പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ കപ്പലുകൾ അന്നത്തെ ഈ പറയുന്ന കൊല്ലം തുറമുഖത്തിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തുറമുഖത്തിനാണ് ഈ ദുർഗതി വന്നുകൊണ്ടിരിക്കുന്നത്. കരിമണലിനും കരിമീനും പേരുകേട്ട കൊല്ലത്ത് ഒരു മാരിടൈം ബോർഡിൻ്റെ ആസ്ഥാനമാണിത്. കുട്ടി ആഘോഷിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം രാജ്യത്തിന് അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ഇതേപോലെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ള ഒരു കേന്ദ്ര സർക്കാർ ഉള്ളപ്പോൾ ഇവിടെ കൊല്ലം ജില്ലയിൽ ഇവിടെ യാത്രാ കപ്പലുകൾ വന്നു പോകേണ്ട ഒരു സ്ഥലം ഇതുവരെ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി കൊടുത്തിട്ടും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലക്ഷക്കണക്കിന് കോടിയുടെ കടങ്ങൾ തീർക്കാൻ പറ്റിയ കരിമണലിൻ്റെ കേന്ദ്രമായ ആസ്ഥാനമായ ഈ കരിമണൽ നമ്മളെ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ അവിടെ ക്രൂഡ് ഓയിലാണ് കിട്ടുന്നെങ്കിൽ നമുക്ക് അനുഗ്രഹിച്ച് കിട്ടിയ കരിമണൽ ഇവിടെ കൈക്കൂലി മേടിച്ചുകൊണ്ടും അത് നഷ്ടപ്പെടുത്തിയിരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് കൊല്ലത്തെ പൊതുപ്രവർത്തനായ പ്രണവിനോട് നമുക്ക് ചോദിക്കാം, എന്താണ് ഇതിങ്ങനെ അടഞ്ഞു കിടക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം, എന്താണ് ഇതിനുള്ള കാരണമെന്ന്. ഭൗതിക സാഹചര്യം കൊണ്ടും പൈതൃകം കൊണ്ടും 1200 വയസ്സിലധികമാകുന്ന കൊല്ലം തുറമുഖം ഇന്ന് എല്ലാ തുറമുഖങ്ങളിലും വികസനമെത്തുമ്പോൾ കേരളത്തിലായതുകൊണ്ട് മാത്രം മന്ദീഭവിച്ച ഒരു നിരരായി മാറിയ ഒരു തുറമുഖമാണ് കൊല്ലത്തിൻ്റെ തുറമുഖം. 825 കേരളത്തിൻ്റെ വേനാട് ഭരിച്ചുകൊണ്ടിരുന്ന രാജശേഖര രാജാവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു കൊല്ലം തുറമുഖം നിലവിൽ വന്നത്. അന്ന് ഒട്ടനവധി വിദേശ സഞ്ചാരികളും അതോടൊപ്പം തന്നെ യൂറോപ്യന്മാരും അറബികളും അവരുടെ യാത്രാ വിവരണ പുസ്തകങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയ നെൽക്കൊണ്ട എന്നറിയപ്പെടുന്ന കൊല്ലത്തിൻ്റെ പ്രധാനപ്പെട്ട തുറമുഖം ഇന്ന് കിടക്കുന്നത് കണ്ടാൽ എല്ലാ മനുഷ്യർക്കും, അതായത് കേരളത്തിൻ്റെ മാരിടൈം ബോർഡിനെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജനങ്ങൾക്കും വിഷമം തോന്നുന്ന അവസ്ഥയിലാണ്. ഇന്ന് നമുക്ക് അറിയാം, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തിലെ എല്ലാ തുറമുഖങ്ങൾക്കും വികസനം കൊണ്ടുവരികയും ഇന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന അവസരത്തിലാണ് കേരളത്തിൻ്റെ മാരിടൈം ബോർഡിൻ്റെ അനാസ്ഥ കൊണ്ട് മാത്രം കൊല്ലത്തെ തുറമുഖം യാതൊരു വികസനവും വരാതെ ഇവിടെ കിടക്കുകയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും, എമിഗ്രേഷൻ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ EDI എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്ന ഈ പറയുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകിയിട്ടും കേരളത്തിൻ്റെ മാരിടൈം ബോർഡ് ഈ നമ്മുടെ തുറമുഖത്തിന് ബന്ധപ്പെട്ട കപ്പലുകൾ വരാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനുള്ള സംവിധാനമായിട്ടുള്ള ഈ പറയുന്ന മണൽ ഏകദേശം 6 മീറ്ററിന് അധികം താഴ്ച വേണ്ടിടത്ത് മണ്ണുകൾ ഡ്രഡ്ജ് ചെയ്ത് നീക്കാതെ ഈ പറയുന്ന തുറമുഖത്തെ ഒരു പുരാവസ്തു ഗവേഷണ കേന്ദ്രമാക്കി കേരളത്തിൻ്റെ മാരിടൈം ബോർഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇവിടുത്തെ നഗരത്തിലെയും അതോടൊപ്പം തന്നെ ഈ നാടിനെ ഇഷ്ടപ്പെടുന്ന അനേകം വരുന്ന പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കുൾപ്പെടെയുള്ള പ്രതിഷേധമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്ര രേഖകളിൽ പോലും ഇബ്നു ബത്തൂത്ത പോലുള്ള ആളുകൾ അവർ സന്ദർശിച്ച ഇന്ത്യയിലെ 5 തുറമുഖങ്ങളിൽ പ്രധാനപ്പെട്ട തുറമുഖമാണ് നമ്മുടെ കൊല്ലത്തെ തുറമുഖം. അതോടൊപ്പം തന്നെ ഇറാനിയൻ സഞ്ചാരിയായിട്ടുള്ള സുലൈമാൻ എന്ന് പറയുന്ന ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ചരിത്ര വിവരണ രേഖകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വലിയ കപ്പലുകൾ, അതായത് പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ കപ്പലുകൾ അന്നത്തെ ഈ പറയുന്ന കൊല്ലം തുറമുഖത്തിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തുറമുഖത്തിനാണ് ഈ ദുർഗതി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേരള സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടും ഇവിടെ എമിഗ്രേഷൻ സംവിധാനം ഉണ്ടായിട്ടും അവിടെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ സുരക്ഷ കൊടുക്കണം, അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം. എന്നാൽ ഇതൊന്നും തന്നെ കേരള സർക്കാർ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് രാജ്യത്തെ തന്നെ അഭിമാനമായി കൊല്ലം തുറമുഖം മാറുമായിരുന്നു. അതിലൂടെ നിരവധി വരുന്ന വ്യവസായ സംരംഭങ്ങൾക്ക് കൃത്യമായ ഉണർവുണ്ടായിരുന്നേനെ, കൊല്ലത്തിൻ്റെ ജനങ്ങൾക്ക് പുരോഗതി ഉണ്ടായേനെ. അതോടൊപ്പം തന്നെ കൊല്ലം എന്ന് പറയുന്ന പേര് അന്താരാഷ്ട്ര നിലവാരത്തിൽ വരെ ഉയർന്നു കേട്ടേനെ. എന്നാൽ അതിനൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പുരോഗതിക്ക് തുരങ്കം വെക്കുന്ന നടപടിയല്ലാതെ സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള യാതൊരു നടപടികളും കൊല്ലം തുറമുഖത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കൊല്ലം തുറമുഖത്തെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ വിഷമകരവും
ദുഃഖകരവുമായിട്ടുള്ള കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും പൈതൃകവും ഇത്രയും ഭൗതിക സാഹചര്യവുമുള്ള ഒരു പോർട്ട് കേരളത്തിലല്ല ഭാരതത്തിൽ തന്നെ ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു മൂന്നാമത്തെ പോർട്ടാണ് നമ്മുടെ കൊല്ലത്തെ ഈ തുറമുഖം. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട കേരളത്തിൻ്റെ മാരിടൈം ബോർഡ് കൃത്യമായ രീതിയിൽ ഇതിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ മുന്നേറ്റത്തിലേക്കും വലിയ വികസനത്തിൻ്റെ നാഴികക്കല്ലായിട്ടും ഈ തുറമുഖം മാറും. അത് പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമായിട്ട് ഇത് കാണണം, അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഭാരതത്തിൽ ഏതെങ്കിലും തരത്തിൽ വികസനം വരുമ്പോൾ അവിടെ ബോർഡുകളും ഫ്ലെക്സുകളും നിരത്തുകയല്ലാതെ അതിനുവേണ്ടി യാതൊരു പരിശ്രമവും ഇവിടുത്തെ സർക്കാരായിട്ടുള്ള പിണറായി വിജയൻ്റെ സർക്കാരും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ സംവിധാനവും ചെയ്യുന്നില്ല എന്നുള്ളതും ഇതിലോടൊപ്പം എടുത്തു പറയേണ്ട കാര്യമാണ്.